ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വീണ്ടും വളരെ നല്ലൊരു ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. എങ്ങനെ നമുക്ക് വീട്ടിൽ വെച്ചിട്ട് തന്നെ ഒരു നല്ലൊരു ഹോം മെയ്ഡ് മൈക്ക് സിസ്റ്റം, യൂട്യൂബും അങ്ങനെയുള്ളവർക്കും ഒക്കെ വേണ്ടിയിട്ട് എങ്ങനെ നല്ലൊരു മൈക്ക് സിസ്റ്റം ഉണ്ടാക്കാം എന്നുള്ളതിനെ പറ്റിയാണ് ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത്. ഈ മൈക്ക് വെച്ചിട്ടാണ്. ഇതേ തുടർന്നുള്ള വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ മൈക്ക് വെക്കാതെ സാധാരണ നോർമൽ ഫോണിൻ്റെ തന്നെ മൈക്ക് ഉപയോഗിച്ചിട്ടുള്ള ഒരു സൗണ്ടാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് ഡയറക്റ്റായിട്ട് പോകാം. നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഹെഡ്സെറ്റ്, നോയിസ് ക്യാൻസലേഷൻ ഉള്ള ഒരു ഹെഡ്സെറ്റ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് അതിനെപ്പറ്റി നോക്കാം. അതിന് മുന്നേ തന്നെ നമുക്ക് നോക്കാം എന്താണ് ശരിക്കും ആക്ച്വലി നോയിസ്, അല്ലെങ്കിൽ എത്ര ടൈപ്പ് നോയിസ് ഉണ്ട്. അതിന്റെ തിയറിയും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയാം. ശരിക്കും നോയിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സൗണ്ടിൽ വരുന്ന, ഇപ്പം നോർമലി നമുക്ക് ഇപ്പം ഇതെടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഫോണിന്റെ തന്നെ ഒരു ഹെഡ്സെറ്റ് വെച്ചിട്ടാണ്. അപ്പോൾ ഈ പറഞ്ഞ ഫോണിന്റെ തന്നെ മൈക്രോഫോൺ വെച്ചിട്ടാണ്, ഹെഡ്സെറ്റ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പം സറൗണ്ടിങ്സിലുള്ള നോയിസ്, അത് രണ്ട് തരത്തിലുള്ള നോയിസ് ഉണ്ട്. ഒന്ന് പാസീവ് ഉണ്ട്, പിന്നെ രണ്ടാമത്തെ ആക്റ്റീവ് എന്ന് പറയും. പാസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഈ രണ്ട് തരത്തിലുള്ള നോയിസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോൺ ക്യാൻസൽ ചെയ്യുന്നത്. അപ്പൊ പാസീവ് നോയിസ് റെഡ്യൂസ് ചെയ്യുന്നതിനാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മൈക്കിന്റെ മുകളിലുള്ള ഒരു ഫിൽട്ടർ പോലെയുള്ള ഒരു നേരിയ ഒരു ആവരണം പോലെ കൊടുത്തിരിക്കുന്ന ഒരു ഫിൽട്രേഷൻ, ഒരു ഫോം കാണാം. അതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു പാസീവ് ഫിൽട്ടറായിട്ട് യൂസ് ചെയ്യുന്നത്. ആക്റ്റീവ് ഫിൽട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൈക്ക് തന്നെ ഒരു നോയിസ് പ്രൊഡ്യൂസ് ചെയ്യും. അതിന്റെ ഇലക്ട്രോണിക് സർക്യൂട്ടിന്റെ ഒരു ഇന്റർഫേസിന്റെ ആ ഒരു ഇത് കാരണം അത് തന്നെ ഒരു പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സൗണ്ട് ഉണ്ട്. അപ്പൊ ഈ ആക്റ്റീവ് സൗണ്ട് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു സർക്യൂട്ടറി ആവശ്യമുണ്ട്. അപ്പം ഈ ഒരു സർക്യൂട്ട് അല്ലെങ്കിൽ ഈ ഒരു സെറ്റപ്പ് നമുക്ക് എങ്ങനെ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ എന്റെ വർക്ക്ഷോപ്പിൽ എനിക്ക് പുറത്തു പോയി സാധനങ്ങൾ വാങ്ങുന്നതിനുള്ള ഒരു ലിമിറ്റേഷൻ ഉണ്ട്. കാരണം ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ലോക്ക്ഡൌൺ ആണ്. അപ്പൊ എന്റെ വർക്ക്ഷോപ്പിലുള്ള കുറച്ച് ഐറ്റംസ് വെച്ച് തന്നെയാണ് ഞാൻ ഇത് ചെയ്യുന്നത്. നമുക്ക് കമ്പോണൻസ് നമുക്ക് പരിചയപ്പെടാം. ആദ്യം എന്തൊക്കെയാണ് ഇതിന് വേണ്ടതെന്നുള്ളത്. ശരിക്കും ഇത് ഇവിടെ കടന്ന് എന്റെ പോയ ഒരു മൈക്കിന്റെ ഒരു പാർട്സ് ആണ്. ആക്ച്വലി ഇത് ജസ്റ്റ് ഒരു കേബിൾ ആണ്. ആക്ച്വലി ഈ ഒരു കേബിൾ ഒരു കേബിൾ ആണ്. ഇത് അതിന് വേണ്ടിയിട്ട്, ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള കണ്ടൻസർ മൈക്ക്. ഇതാണ് വോയിസിനെ ക്യാപ്ചർ ചെയ്യുന്ന കണ്ടൻസർ മൈക്ക്. ഇതൊക്കെ നിങ്ങൾക്ക്, ഇത് ഞാൻ എടുത്തിട്ടുള്ളത് എന്റെ കയ്യിൽ വേറൊരു പ്രോജക്റ്റിന് വേണ്ടിയിട്ടുണ്ടായിരുന്ന ഒരു ഐറ്റം ഉണ്ടായിരുന്നു. കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ ഐറ്റങ്ങളൊന്നും നമുക്ക് ഇപ്പൊ പുറത്തു പോയി വാങ്ങാനുള്ള ഒരു ഇതില്ല. കാരണം നമ്മൾ ലോക്ക്ഡൌൺ ആയതുകൊണ്ട് തന്നെ, അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ വെച്ചിട്ട് ചെയ്യുകയാണ്. അപ്പൊ ഈ ഒരു ഇതിൽ നിന്ന് ഒരു മൈക്ക് ഉണ്ടായിരുന്നു. ആ മൈക്കാണ് ഞാൻ ഇതുവരെ ഇവിടെ സോൾഡർ ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ എന്റെ കുഞ്ഞിന് വേണ്ടി പാടാനായിട്ട് വാങ്ങിച്ച ഒരു മൈക്കിന്റെ ഒരു പാർട്സുകളാണ് ഇതൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കേബിൾ, കാരണം ഈ ഒരു കേബിൾ സെലക്ട് ചെയ്യാൻ തന്നെ കാണുന്ന പറഞ്ഞാൽ ഇതൊരു ഷീൽഡഡ് കേബിൾ ആണ്. നോയിസിനെ കുറച്ചൊക്കെ നമുക്ക് റിമൂവ് ചെയ്ത് കളയുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു കേബിൾ യൂസ് ചെയ്തത്. നിങ്ങൾക്ക് ഇത് കടയിലൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ്. ഷീൽഡഡ് കേബിൾ എന്ന് പറഞ്ഞാൽ മതി. ഒരു പെയർ ആയിട്ടുള്ള ഷീൽഡഡ് കേബിൾ എന്ന് പറഞ്ഞാൽ മതി, അത് നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. ഇതൊരു മൈക്ക് ജാക്കാണ്, മീൻസ് പിന്നാണ്, സ്റ്റീരിയോ പിന്നാണ്. സ്റ്റീരിയോ അല്ല, ഇത് മോണോ പിന്നാണ്. കാരണം നമുക്ക് മൈക്കിന് 2 ലീഡേ വരുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇത് മതി. അപ്പൊ ഇങ്ങനെ ഒരു കേബിളും അതൊന്നും ഒരു സൈഡിൽ നമുക്ക് ഇതിൽ കണക്ട് ചെയ്യാൻ, നമ്മുടെ സർക്യൂട്ടിലോട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു പിന്നും, മറ്റേ സൈഡിൽ നമുക്കുള്ള ഒരു കണ്ടൻസർ മൈക്ക് ഫിറ്റ് ചെയ്തിട്ടുള്ള ഇത് ഞാൻ ഇപ്പൊ സെറ്റ് ചെയ്തെടുത്തതാണ്. അതേപോലെ നമുക്ക് അടുത്തതായിട്ട് ഇതിന് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു എക്സ്റ്റൻഷൻ കേബിൾ, നമ്മുടെ സർക്യൂട്ടിൽ ഇൻപുട്ട് കൊടുക്കാനുള്ള എക്സ്റ്റൻഷൻ കേബിൾ ആണ്. ഇത് എന്ന് പറഞ്ഞാൽ നമുക്ക് 3.5 mm ജാക്കാണ് നമ്മുടെ ഫോണിൽ കണക്ട് ചെയ്യേണ്ടത്. അപ്പം ഇത് നമുക്ക് എല്ലാ കടയിലും കിട്ടും. 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റീരിയോ പിന്ന് കിട്ടും. അതേപോലെ തന്നെ ഇതും ഈ പറഞ്ഞ പോലെ ഷീൽഡഡ് കേബിൾ ആണ്. നമ്മുടെ ഈ നമ്മുടെ സ്റ്റീരിയോസിലൊക്കെ ഹെഡിന് കൊടുക്കുന്ന ഒരു കേബിളാണ് ഇത്. സ്റ്റീരിയോ, കാർ സ്റ്റീരിയോ അല്ലെ അങ്ങനെയുള്ള സ്റ്റീരിയോയിലൊക്കെ, കാർ സ്റ്റീരിയോ അല്ല, നമ്മുടെ വീട്ടിലുള്ള പാട്ട് കേൾക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള പഴയ കാലത്ത് സ്റ്റീരിയോയ്ക്കൊക്കെ കൊടുക്കുന്ന ഒരു ഹെഡിന്റെ കേബിളാണ്. അപ്പം ഇതും ഈ നോയിസിനെ കുറച്ച് കളയുന്നതുകൊണ്ടാണ് നോർമൽ കേബിളിന് പകരം ഇങ്ങനത്തെ ഒരു കേബിൾ എടുത്തത്. 3 കണക്ഷനാണ് ഇതിനകത്തുള്ളത്. 2 സ്റ്റീരിയോയുടെ പിന്നെ ഇതൊരു കോമൺ കണക്ഷൻ. പിന്നെ നമുക്ക് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിനൊരു സോക്കറ്റ് വേണം. ഈ സ്റ്റീരിയോ പിന്നെ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സോക്കറ്റാണ്. ഇതും നമുക്ക് കടകളിൽ വാങ്ങാൻ കിട്ടുന്നതാണ്. അത് ഞാൻ സോൾഡർ ചെയ്തിട്ട് ഒരു അറ്റം സോൾഡർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അടുത്തതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു കമ്പോണന്റ്. ഇത് ഫിൽറ്റർ ആണ്. ആക്ച്വലി ഫിൽറ്റർ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ആക്റ്റീവ് ഫിൽറ്റർ സ്മൂത്ത് സർക്യൂട്ട് ആണിത്. ആക്ച്വലി ഇത് ശരിക്കും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ആർക്കെങ്കിലും ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കിത് പറഞ്ഞാൽ മതി. ഇതല്ലാതെ നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ ഇപ്പോൾ നമുക്ക് കമ്പോണന്റ് അവൈലബിൾ ഇല്ല. അതുകൊണ്ട് ഞാൻ ഇതാണ് യൂസ് ചെയ്തത്. ഇത് എന്റെ വർക്ക്ഷോപ്പിൽ തന്നെ കടന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ അത് ഞാൻ യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ പിന്നെ നമുക്കൊരു നമുക്ക് ഇതിനൊരു സപ്ലൈ വേണം. അപ്പം ഇതിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു 12 വോൾട്ട് സപ്ലൈ കൊടുക്കണം. ഇതിനൊരു ഇൻപുട്ട് വരുന്നുണ്ട്, ഇതിന് ഔട്ട്പുട്ട് വരുന്നുണ്ട്. അപ്പം അത് കണക്ട് ചെയ്യാനുള്ള ഒരു വയർ ഇത്ര സാധനമാണ് നമ്മൾ. ഇത്ര ഇനിയും ഉണ്ട്.
ഇതാണ് നമ്മൾ പറഞ്ഞ ഫോം, അതായത് നമ്മൾ പറഞ്ഞ പാസീവ് ഫിൽട്ടർ നോയിസ് കളയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ഫോം. അപ്പൊ ആ ഫോം നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ശരിക്കും നമ്മുടെ സ്ക്രബിങ്, നമ്മുടെ പാത്രങ്ങൾ കഴുകുന്ന സ്ക്രബിങ്ങിന്റെ ഫോമാണ്. പിന്നെ ഇത്തരം കാര്യങ്ങളേ ഉള്ളൂ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് വേണ്ടതുള്ളൂ. അപ്പം ഇത് ഞാൻ ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് ഇതൊരു 12 വോൾട്ട് സപ്ലൈയും കൂടി ആവശ്യമുണ്ട്. അപ്പം ഇത് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഞങ്ങളുടെ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള 12 വോൾട്ട് സപ്ലൈ ആണ്. അപ്പം ഇതിന്റെ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് പറയാം. അപ്പം ഇത്തരം കാര്യങ്ങൾ, അപ്പം ഇത് എല്ലാം സോൾഡർ ചെയ്ത് വയറിങ് ചെയ്തതിന് ശേഷം ഞാൻ തിരിച്ചു വരാം. സർക്യൂട്ടിന്റെ സോൾഡറിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ മൈക്ക് കണക്ട് ചെയ്യുന്നതിനുള്ള ഒരു 3.5 mm ജാക്ക് കണക്ട് ചെയ്യുന്നതിനുള്ള ഒരു സോക്കറ്റ്, അതേപോലെ തന്നെ നമുക്കൊരു 12 വോൾട്ട് സപ്ലൈ കൊടുക്കാനുള്ള ഒരു കണക്ഷൻ, പിന്നെ നമ്മുടെ ഫോണിലിട്ട് കണക്ട് ചെയ്യാനുള്ള 3.5 mm ജാക്ക് കണക്ട് ചെയ്യാനുള്ള ഈ പറഞ്ഞ കേബിൾ, നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ. ഇനി ഈ സർക്യൂട്ട് എന്താ ചെയ്യുന്നതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരവേ. ഈ സർക്യൂട്ടിൽ ഒരു ഐസി ഉണ്ട്, ഒരു ട്രിംബോർഡ് ഉണ്ട്, കുറച്ച് കപ്പാസിറ്റേഴ്സ് ഉണ്ട്, കുറച്ച് റെസിസ്റ്റേഴ്സ് ഉണ്ട്. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെയൊക്കെ ഫംഗ്ഷനാലിറ്റി പറഞ്ഞുതരാം. ആക്ച്വലി ഒരു ഫിൽറ്റർ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു മ്യൂസിക് സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ ഒരു വോയിസ്, ഇതിലൊക്കെ പലതരത്തിലുള്ള ഫ്രീക്വൻസീസ് ആണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു ഫ്രീക്വൻസിയിലെ ഈ ഒരു പല കാര്യങ്ങളും നമുക്ക് ആവശ്യമുള്ളതും ഇല്ലാത്തതും എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വാല്യൂവിനനുസരിച്ച് കട്ട് ചെയ്യുക, അത് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഫിൽട്ടർ ബോർഡിന്റെ ഒരു ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ അത് പലതരത്തിലുള്ള ഫ്രീക്വൻസി റേഞ്ച് ഓഫ് സിഗ്നൽ, അത് ലോ, മിഡ്, ഹൈ, അതുപോലെ ബാസ്, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള സിഗ്നലും, ഒരു സിഗ്നലിൽ തന്നെ പലതരത്തിലുള്ള ഫ്രീക്വൻസീസ് ഉണ്ട്. അപ്പോൾ ആ ഫ്രീക്വൻസി സിഗ്നലിനെ മോഡുലേറ്റ് ചെയ്തിട്ട് കറക്റ്റ് ആക്കുക എന്നുള്ളതാണ് ഈ ഒരു ഫിൽട്ടർ സർക്യൂട്ടിന്റെ ഒരു മെയിൻ ഫംഗ്ഷൻ, അതായത് നോയിസ് കളയുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇത് കണക്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ മൈക്ക് ഞാൻ പറഞ്ഞ പോലെ പാസീവ് ഫിൽട്ടറിന്റെ ഈ ഒരു കമ്പോണന്റ് കണക്ട് ചെയ്യാനുണ്ട്, അതേപോലെ തന്നെ ഇതിന്റെ കണക്ഷൻസ് എല്ലാം കൊടുക്കാനുണ്ട്. അപ്പൊ അതിനുശേഷം നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മുടെ അസംബ്ലിംഗ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ എല്ലാ സോൾഡറിങ്ങും കഴിഞ്ഞു, എല്ലാം ഇത് വെച്ചു, ഇതിന്റെ പുറമേയുള്ള കവർ എല്ലാം വെച്ചു. ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് ഞാൻ ഇത് വെച്ച് സംസാരിക്കുന്ന ഒരു ടെസ്റ്റിംഗ് സൗണ്ടാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും എന്ന് ഞാൻ കരുതുന്നു. വീണ്ടും നല്ലൊരു ടോപ്പിക്കുമായിട്ട് ഞങ്ങൾ വീണ്ടും എത്തുന്നതായിരിക്കും. നന്ദി, താങ്ക് യു.